ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നാളികേരം നിറച്ചിട്ടുള്ള ഒരു അയില ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ അയില വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു സ്പെഷ്യൽ അയില വറവാണ്. അതിലൊക്കെ എല്ലാവരും വറക്കുന്നുണ്ടാവും, എന്നാലും ഈ ഒരു വറവ് സ്പെഷ്യലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 2 അയിലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു അയിലയാണ്. അത് നന്നായിട്ടൊന്ന് സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. പിന്നെ ഇതിലേക്ക് കൂട്ട് നമുക്ക് വേറെ വരുന്നുണ്ട്, അതുകൊണ്ട് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അധികം എരിവില്ലാത്തത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ആ സ്പെഷ്യൽ അയില ഫ്രൈഡേ സ്പെഷ്യൽ കൂട്ട് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് മുളക് പുരട്ടിയ അയിലയിലേക്കുള്ള സ്പെഷ്യൽ കൂട്ട്, ഒരു 1/4 മുറി നാളികേരം, അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മുന്തിരി വലുപ്പത്തിലുള്ള പുളി, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ആണ് ഈ സ്പെഷ്യൽ കൂട്ടിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടെ ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടുകളെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ വരിഞ്ഞ് വെച്ച അയിലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അയില ഫ്രൈ ചെയ്യാനായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ സ്പെഷ്യൽ അരപ്പെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചായിട്ട് അയിലയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മത്സ്യം വറക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇവിടെയും വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് തുറന്നു കൊടുക്കണേ, വല്ലാതെ തുറന്നു കൊടുക്കരുത്. ഇനി ഞാൻ ഈ കൂട്ടെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിനുള്ളിലേക്കും ഈ കൂട്ട് നിറച്ച് കൊടുക്കുകയാണ്. രണ്ടിൻ്റെ ഉള്ളിലേക്കും ഞാൻ ഇതേപോലെ തന്നെ കൂട്ട് നിറച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുണ്ടാവും. ഇത് നമുക്ക് ഒരു വറവ് മാത്രമായിട്ടല്ല, ഒരു കറിക്ക് പകരം കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം നാളികേരവും പുളിയും എരിവും എല്ലാം ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനുള്ളിൽ നിറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വയ്ക്കാം. അധികം നേരം വേണ്ട, കാരണം പുറത്തേക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ഉള്ളിലേക്ക് മാത്രം ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നോക്കൂ, ഈ നിറവൊക്കെ ഞാൻ വളരെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നോക്കൂ, ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് നിറച്ചിട്ടുള്ള അയില. ഇനി നമ്മുടെ അയില വറക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പാനിൽ ഒരു വാഴയുടെ ഇല വെച്ചിട്ടുണ്ട്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ അയില വെക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട് അതിലല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇലയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഓക്കെ, ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ഓരോ അയിലയായിട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, 2 അയില ഇരിക്കാനുള്ള സ്ഥലം തന്നെയുള്ളൂ ഈ പാനിൽ. അത് വെച്ച് കൊടുക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കറി വെക്കാൻ പാകത്തിലാണെന്ന്. ഇനി അതിൻ്റെ മുകളിൽ അല്പം നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഒരു ഉള്ളി ചതച്ചതും കൂടിയിട്ട് അല്പം ഉപ്പും ചേർത്തിട്ട് ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ട്, എന്തായാലും പോവില്ല താഴേക്ക്, താഴെ പോയാലും പാനിലേ പോവും. ഒന്നിങ്ങനെ അടച്ച് വെച്ചിട്ട് അല്പം നേരം, ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അയില ഒന്ന് ഒരു സൈഡ് വെന്തോന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നാളികേരമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണ മാത്രം മതി.
ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇത് ഈ സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി അതേപോലെ തന്നെ അടുത്തൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇലയിലായതുകൊണ്ട് അടിയിൽ പിടിക്കുകയും ചെയ്യില്ല, നന്നായിട്ട് വേവുകയും വേണം. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മുളക് പൊടിയുടെ ആ കൂട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ? മത്സ്യം പ്രിയമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിലുണ്ടാക്കാം. നിങ്ങളും അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇത്. ഇനി ഞാൻ അല്പം നേരം കൂടിയിട്ട് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് വെക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്നിനും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ എടുത്താൽ തന്നെ കിട്ടും കേട്ടോ. ഇത് ഞാനിതാ സെർവ് ചെയ്യാണ്. അയില ഫ്രൈ എല്ലാവരും ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കണം. ഓ സൂപ്പർ. അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ നാളികേരം നിറച്ച അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതൊന്ന് പൊളിച്ച് നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.